അപ്പൊ നിയമോൾക്ക് ചായ കുടിക്കണം പറഞ്ഞിട്ട് വന്നതാണേ. ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കണം പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ ഒരു രാജേട്ടന്റെ കുഞ്ഞു ചായക്കട ഉണ്ട്. അവിടെ ഇഡ്ഡലിയും വടയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. ഞായറാഴ്ചയാണ്, ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഓക്കെ വരി. ഓക്കെ, അങ്ങനെ ഞങ്ങള് കൊടുമുണ്ട ഗേറ്റിലുള്ള രാജേട്ടന്റെ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. നിയമോളും ഞാനും പാടെ നിയമോൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, എത്ര നോടോ ഉഴുന്നുവടയാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. രാജേട്ടന്റെ സ്പെഷ്യൽ ഉഴുന്നുവട. ഇത് മതി, ഇത് മതി, ഇത് എടുത്തത്, ഇത് ഞങ്ങൾ കഴിച്ചത് സ്പെഷ്യൽ ഉഴുന്നുവടയാണ്. രാവിലെ രാവിലെ എന്തൊക്കെ ഉണ്ടാകും ഇവിടെ? ഇഡ്ഡലി, ഇഡ്ഡലി വട, സൂപ്പർ ഇഡ്ഡലി ഉണ്ടാവും, ഉഴുന്നുവട ഉണ്ടാവും, നല്ല ചൂട്ട് കൊടുക്കുന്നത്. വൈകിട്ട് ചായക്ക് എന്താ ഉണ്ടാകാറ്? ചായക്ക് പരിപ്പുവട, പഴംപൊരി, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വൈകിട്ട് ഉണ്ടാവും. ഒന്ന് കഴിച്ചു നോക്ക്. ഉഴുന്നുവട എങ്ങനെ ഉണ്ട് നോക്ക്. നെയ്യപ്പം അതൊക്കെ വൈകിട്ട് ഉണ്ടാവും. എന്തായാലും നമ്മളെ ഗ്രാമഭംഗി ആസ്വദിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കടയാണ്. പട്ടാമ്പിന്ന് കൊടുമുണ്ട വഴിക്ക് പോകുമ്പോ ഗേറ്റിലാണ് കട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പറയേ മോളെ, വട എങ്ങനെയുണ്ട്? എന്തായാലും ഇഡ്ഡലി കഴിഞ്ഞു. ഇഡ്ഡലി കഴിഞ്ഞ സമയത്ത് നമ്മൾ എത്തിയത്. ഇതാണ് രാജേട്ടൻ ട്ടാ. രാജേട്ടന്റെ ഉഴുന്നുവട സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും നല്ല ചമ്മന്തി കേട്ടോ, നല്ല മുളക് ചമ്മന്തി, വറുത്തരച്ച മുളക് ചമ്മന്തി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു കടയാണ് രാജേട്ടന്റെ. കുഞ്ഞു കടയില് ചായ കുടിക്കുമ്പോ ഒരു നല്ലൊരു മഴ പെയ്തു കേട്ടോ. നല്ല മഴയോട് കൂടിയിട്ട് വട കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു കടയാണ്. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇഡ്ഡലി വടയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കട എല്ലാവരും സന്ദർശിക്കാം. നിയമോൾക്ക് എന്തായാലും സന്തോഷമായി. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ പട്ടാമ്പിന്ന് അഷ്റഫ്, എൻ്റെ നിയമോൾ.